കയ്യിൽ കുറച്ച് പാത്രവും ഒരു 3 ഗ്ലാസും 2 പ്ലേറ്റും ഒരു ബിഷോപ്പിലാണ് ഞങ്ങൾ സാധനങ്ങളുമായിട്ട് പോയത്. എൻ്റെ മൂത്ത സഹോദരനും പ്രിയ ഞങ്ങളുടെ ചേച്ചിയും എൻ്റെ ഭാര്യയുടെ പിതാവും മാതാവും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചും ഞങ്ങളൊരു ടാറ്റ സുമയിലാണ് പോകുന്നത്. ഞങ്ങളെ കൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങളെടുത്ത വീട്ടിൽ കൊണ്ട് നിർത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ വല്യപ്പച്ചൻ നല്ലൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു നല്ലൊരു ഭക്തനാണ്, ഒരു ദൈവദാസനാണ്, നല്ലൊരു പിതാവാണ്. സ്തോത്രം. നല്ലൊരു വിശ്വാസ ത്യാഗിയാണ്, നല്ലൊരു പ്രാർത്ഥന വീരനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, ജീവിതത്തിൽ എത്ര കഷ്ടങ്ങൾ വന്നാലും എത്ര ആവശ്യങ്ങൾ വന്നാലും നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ പോയി കരം നീട്ടരുത്, ഒരു കടയിലും പോയി കടം വാങ്ങരുത്, നിങ്ങളുടെ പേരിൽ ഒരു പറ്റുബുക്ക് ഒരു കടയിലും ഉണ്ടാകരുത്. അങ്ങനെയല്ലേ പറ്റുബുക്ക് എന്നല്ലേ പറയുന്നത്? ഹല്ലേലൂയ. ഒരു കടയിൽ വെക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് അറിയിക്കണം, നിങ്ങൾ മുട്ടുമടക്കണം, ദൈവമുഖത്തേക്ക് നോക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് അവർ പോയി. അന്ന് ഞങ്ങളെ യാത്രയാക്കുകയും ഞങ്ങൾ അവരെ യാത്രയാക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവർ പോയി. പക്ഷെ ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ കിടന്നു. ഹല്ലേലൂയ. എൻ്റെ മാതാവ് അന്ന് ഞങ്ങൾക്ക് നൽകി തന്ന കുറച്ച് അരി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അന്ന് 3 മാസങ്ങൾ ഞങ്ങളുടെ ജീവിതം കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസമായതുകൊണ്ട് ആ 3 മാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം എല്ലാം കൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷെ 3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് റിയലി வாழ்க்கை ശരിക്കുള്ളൊരു ലൈഫ് ജീവിതം ആരംഭിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചായക്കൊന്നുമില്ല, എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ വിശ്വാസത്തോടെ എൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യഹോവയിലെ കർത്താവ് കരുതിക്കൊള്ളു. ഹല്ലേലൂയ. അവൾ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും കാര്യം വാങ്ങിച്ചു തരാം എന്ന് പറയുവാനായിരിക്കും വരുന്നതെന്ന്. അവൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചാലേ ഒരു ഉഷാറുള്ളൂ. അങ്ങനെ പഠിച്ചു. അവളൊരു സമർത്ഥിയ ഒരു വീട്ടിൽ പറഞ്ഞത് കൊണ്ട് പട്ടിണി എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ സുവിശേഷ വേലയ്ക്ക് വളരെ സമർപ്പണത്തോടെ വളരെ സമർപ്പണമുള്ള ഒരു സഹോദരി ആയതുകൊണ്ട് എതിർത്തൊന്നും ഒരു കാര്യം ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. സകലത്തിലും എൻ്റെ ശുശ്രൂഷയിൽ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. സ്തോത്രം. അപ്പോൾ എന്നേക്കാൾ വളരെ വളരെ മനോഹരമായ വചനം സംസാരിക്കും, പ്രസംഗിക്കും ഞങ്ങളുടെ സഭയിൽ. സ്തോത്രം. അതുകൊണ്ട് വളരെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നല്ലൊരു സഹോദരിയാണ്. സുവിശേഷ വേലയോട് നല്ല സമർപ്പണമുള്ള ഒരു സഹോദരി. അതുകൊണ്ട് എന്നോട് ഒന്നും പറയാതെ വന്നു തിരിച്ചുപോയി. ഉച്ചയ്ക്ക് രാവിലെ വന്നു, ഞാൻ ഉച്ച വന്നു. ആ സമയത്തൊക്കെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, യഹോവയിലെ കർത്താവ് കരുതിക്കൊള്ളു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വിശപ്പാൻ തുടങ്ങി. ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങ് കരുതുന്നത് വരയ്ക്കും, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവരേക്കും ഈ വെള്ളം ഞങ്ങളുടെ ശരീരത്തിൽ ബലമായി വരണം. ഞങ്ങൾക്ക് തളർച്ചയോ ഞങ്ങൾക്ക് പ്രോബ്ലങ്ങളൊന്നും വരാതെ വേണം. നമ്മുടെ രക്തമായി ഇത് മാറ്റണം, ഞങ്ങൾക്ക് ഇത് ബലമുള്ള ഒരു ഔഷധമായി മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടിക്കും. രാവിലത്തെ ഞങ്ങളുടെ ടിഫൻ യേശുവിന്റെ രക്തം, ഈ പച്ചവെള്ളമാണ് കുടിക്കുന്നത്. ഉച്ചത്തെ ഞങ്ങളുടെ ഡിന്നർ ഈ പച്ചവെള്ളത്തിൽ എടുത്ത് ഞങ്ങൾ പിന്നെ സ്തോത്രം പറഞ്ഞ് കുടിക്കും. രാത്രി ഞങ്ങളുടെ ഡിന്നർ ലഞ്ച് ഡിന്നർ ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി 3 ദിവസങ്ങൾ ഞങ്ങൾ ഈ പച്ചവെള്ളത്തിൽ എടുക്കും, സ്തോത്രം ചെയ്യും, കുടിക്കും. പക്ഷേ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി ആയപ്പോൾ എൻ്റെ ഭാര്യ പെട്ടെന്ന് എൻ്റെ അടുക്കൽ ഓടി വന്നു. ഓടി വരുവാനെന്ന് കഴിഞ്ഞ് വീഴ്ചിങ്ങനെ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ വിയർക്കുന്നു, ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. അവൾക്കൊന്നും പറയുവാൻ കഴിയാത്ത നാക്കെല്ലാം വരണ്ടു പോകുന്നു. എന്നോട് കെഞ്ചി, എന്നോട് അപേക്ഷിച്ചു, എവിടുന്നെങ്കിലും ഒരു ബിസ്ക്കറ്റിന്റെ തുണ്ടെങ്കിലും എനിക്ക് കൊണ്ടുതരണം, ഇല്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും. എനിക്ക് സഹിപ്പാൻ കഴിയുന്നില്ല, എൻ്റെ ശരീരം നിൽപ്പാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ തളർന്നു പോകുന്നു. പ്ലീസ് എവിടുന്നെങ്കിലും ഒരു ബിസ്ക്കറ്റ് തുണ്ട് എനിക്ക് കൊണ്ടുതരണം. ഞാൻ പറഞ്ഞു, യഹോവയിലെ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ ബോധം വിട്ട് താഴെ വീണു. അവൾ ശ്രദ്ധിപ്പാൻ തുടങ്ങി. ഞാൻ അവളെ ക്ലീൻ ചെയ്തു. പാതി മയക്കത്തില് ഞാൻ അവളെ താങ്ങി എടുത്ത് സിറ്റ് ഔട്ടിലെ കൊണ്ട് ഇരുത്തി.
ഞാൻ സ്വന്തം അവിടെ തോളിലൂടെ കൈയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കരയുവാൻ തുടങ്ങി. ദൈവമേ, ഇനി ഞങ്ങൾക്ക് ബലമില്ല, ഇനി ഞങ്ങൾക്ക് ത്രാണിയില്ല, ഇനി ഞങ്ങൾക്ക് ആരോഗ്യമില്ല. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതണം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിടുതൽ ചെയ്യണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതണം. ഹല്ലേലൂയ. ഈ വാക്ക് അബ്രഹാമിന് വേണ്ടി മോരിയ മേളിൽ കരുതിയതാണല്ലോ അങ്ങ്. അതുകൊണ്ട് യേശപ്പച്ച, ഇനി ഞങ്ങൾക്ക് വേണ്ടി കരുതിയേ പറ്റൂ, ഇല്ല എങ്കിൽ ഞങ്ങൾ മരിച്ചു പോയി. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഏങ്ങി കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ ആ ഏരിയ ടൂറിസ്റ്റ് പ്ലേസാണ്. ഞാൻ അന്ന് വർക്ക് ചെയ്ത സ്ഥലം ടൂറിസ്റ്റ് പ്ലേസാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിന് നേരെ ഒരു 5 കുരങ്ങ് ഓടി വന്നു. 5 കുരങ്ങ് ഓടി വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു കുരങ്ങിന്റെ കയ്യിൽ പൊട്ടിക്കാത്ത ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടല്ലോ, പ്ലം കേക്ക്. നല്ല പുതിയ ഒരു പ്ലം കേക്ക് കൊണ്ട് ഞങ്ങളുടെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവച്ചു. ഹല്ലേലൂയ. ഇനി ഒരു കുരങ്ങിന്റെ കയ്യിൽ ഒരു ഡപ്പ പരിപ്പ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആ ഡപ്പ ഞങ്ങൾ പ്രത്യേകമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഇന്ന് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, എല്ലാ സമൃദ്ധി കർത്താവ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാലും വന്ന വഴികളെ മറക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. നല്ല ഫുഡെല്ലാം കഴിക്കുമ്പോഴും ഞങ്ങൾ ആ ഡപ്പയെ നോക്കും. സ്തോത്രം. ആ ഡപ്പ പരിപ്പും വെച്ച് ആ ക്രിസ്മസ് കേക്ക്, നല്ലൊരു പ്ലം കേക്ക് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് കുരങ്ങ് മാറി വേറൊരു വീട്ടിന്റെ മേളിൽ പോയി അങ്ങനെ ഇരിക്കുക. അരമയക്കത്തിൽ എന്റെ ഭാര്യ അത് കണ്ട് പറഞ്ഞു, ഇത് പോയിടുക്ക്, ദൈവം നമുക്ക് വേണ്ടി തന്നതാ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നതാ. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യും. കുരങ്ങിന്റെ കയ്യിൽ നിന്നും ഒരു സാധനം വാങ്ങുന്നത് ഈസി അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പോയി എടുക്കാൻ നേരത്ത് കുരങ്ങ് വന്ന് എന്നെ കടിച്ച് ചാവുന്നതിനെ കാട്ടിലും പട്ടിണി കിടന്ന് ചാവുമല്ലോ നല്ലത്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിങ്ങനെ മെല്ലെ എഴുന്നേറ്റു. ഒരു ചെറിയൊരു കോലെടുത്തു. ഞാൻ ആ കേക്കിന് നേരെ പോകും, കുരങ്ങിനെ നോക്കും, പിന്നെയും പോകും, കുരങ്ങിനെ നോക്കും. ഞാൻ നോക്കിയപ്പോ കുരങ്ങിന് ഒരു മൈൻഡും ഇല്ല. ഹല്ലേലൂയ. കുരങ്ങിന്റെ മൈൻഡ് ഞാൻ നോക്കിയപ്പോ, നീ വേണമെങ്കിൽ എടുത്തോ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഹല്ലേലൂയ. നീ എടുത്താലും കൊള്ളാം, എടുത്തില്ലും കൊള്ളാം. മൈൻഡ് ചെയ്യാതെ കുരങ്ങ് തിരിഞ്ഞിരിക്കുക. ഞങ്ങൾ ആ കേക്ക് എടുത്ത് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ കരുതും എന്ന് പറഞ്ഞാൽ ഞാൻ കരുതും. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിനെ കാക്കയിനാലെ പോഷിപ്പാൻ മാത്രം ശക്തിയുള്ളവനല്ല ഞാൻ, തന്റെ ഭക്തന്മാരെ കുരങ്ങിനാല് പോഷിപ്പാൻ എന്റെ കരം ശക്തിയുള്ളതാ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ പാടി ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളത് പൊട്ടിച്ചൊന്നും കഴിച്ചില്ല. ഞങ്ങൾക്കൊരു ബലം വന്നു. ഞങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ, ദൈവാത്മാവ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരു 100 ബിരിയാണി കഴിച്ചൊരു ബലം ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ അന്യഭാഷ ഇങ്ങനെ അറിവ് നടക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ കരയുന്നു. എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇങ്ങനെ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഞങ്ങളുടെ ഡോറ് ഒരാൾ വന്ന് തട്ടുന്നു. സ്തോത്രം. ദൈവ മനുഷ്യനാ, ഒരു മനുഷ്യനാ. ഞങ്ങൾക്കത് ഭാഷ ഒന്നും അറിയത്തില്ല. അദ്ദേഹം ഓടി വന്നു. ഞങ്ങളെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, യെസ്, ഇദ്ദേഹം തന്നെ എന്ന് പറഞ്ഞു അത് വീടിന്റെ ഉള്ളിൽ വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ അദ്ദേഹം കുറെ ആഹാര സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് പെരിയെ. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി ഒരുത്തർ ഓടി വരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജസൻ എഡിംബറോ. നിങ്ങൾക്ക് അറിയാതിരിക്കാം, തമിഴ്നാട്ടിൽ നിന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ അഭിഷേകത്തിനാണ്. അദ്ദേഹം ഓടി വരുന്നു. അദ്ദേഹം ഇതേപോലെ പറഞ്ഞു, യെസ്, ഇദ്ദേഹം തന്നെ. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരം ഇല്ലാത്തത് കൊണ്ടല്ല, ആഹാരം ഞങ്ങൾ പ്ലേറ്റിൽ വിളമ്പി കഴിപ്പാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖമാണ് ഞങ്ങൾക്ക് കാണുന്നത്. നിങ്ങളുടെ മുഖത്തെയാണ് ദൈവാത്മാവ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. 3 ദിവസങ്ങൾ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ ആഹാരം കഴിപ്പാൻ തുടങ്ങിയപ്പോ പിന്നെയും നിങ്ങളുടെ മുഖത്തെ കാണിക്കുന്നു. ഈ ആഹാരങ്ങൾ എടുത്തു പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്നു. ഞാനിത് കാണുന്നു. അപ്പൊ ജസൻ എഡിംബറോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നത്. സ്തോത്രം. നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവാണ് ഞങ്ങൾ നടത്തിയത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ കയ്യിൽ അനേക ആഹാര സാധനങ്ങളുണ്ട്. ഞങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ചു. ഞങ്ങൾ ആഹാരത്തെ കഴിച്ചു. ഞങ്ങളെ കൊണ്ട് പാസ്റ്റർ ജസൻ അവിടെ വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോ ഞാൻ നോക്കിയപ്പോൾ വലിയ
വലിയൊരു ചാക്ക് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആമൻ അതിലൊരു പേര് ജെയിംസ്, ഫോൺ നമ്പർ ആമൻ കൊടുത്തിട്ട് പോയിരിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ആമൻ 3 ദിവസമേ ഞങ്ങൾ പട്ടിണി കിടന്നുള്ളൂ. പക്ഷെ 3 മാസത്തിനുള്ള അത്ര സാധനങ്ങളും അതിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ള ആഹാര സാധനങ്ങൾ, ഞങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഉള്ളിൽ ആമൻ സ്തോത്ര കാഴ്ച വെച്ച് അദ്ദേഹം പോയിരിക്കുന്നു. ഹല്ലേലൂയ. ആമൻ നമ്മുടെ ദൈവം എത്ര നല്ലവനാ. അവർ വിളിച്ചപേക്ഷിക്കും, തക്ക സമയത്ത് ഉത്തരം നൽകും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചത് കൊണ്ട് ഇന്ന് പകൽ ആമെ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, നമ്മെ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ആമെ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആമെ ഉത്തരം അരുളുന്ന ഒരു ദൈവത്തെ. ആമെ ബൈബിൾ പറയുന്നു, നമ്മുടെ നിലവിളി കേൾക്കാமல் ഇരുപ്പാൻ അവിടെ കാത് മന്ദമായി പോണതില്ല. നീ ആമെ നമ്മുടെ കണ്ണീര് കാണാமல் ഇരുപ്പാൻ അവിടെ കണ്ണ് കുരുടായി പോണതില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ദൈവം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ.